ഹായ് മക്കളെ, ഇതാ ഫസ്റ്റ് ലെവലിലുള്ള ഒരു ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അധികം സമയമൊന്നും ഇല്ലാതെ തന്നെ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. പേപ്പറൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മാർക്ക് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ബോർഡ് എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻസ് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളത്. മാർക്ക് കിട്ടിയിട്ടുള്ള കുറേ കുട്ടികളും പറയുന്ന ഒരു കാര്യമുള്ളൂ, ഈ 10ാം ക്ലാസ് വരെ പഠിച്ചതോ അല്ലെങ്കിൽ +1 വരെ പഠിച്ച പോലെ ഒരു രീതിയല്ല നമ്മുടെ NCERT ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ ഇപ്പം ഈ ഒരു വർഷം നിങ്ങൾ ഫേസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ട്. അതിപ്പോൾ +1 +2 വലിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ ആൻസർ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ച് കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വന്നാലും നമുക്ക് എഴുതാൻ പറ്റൂ. ബയോളജിൻ്റെ കേസിലാണെങ്കിൽ അധികം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം, അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, ഒരു ഡയഗ്രാം വന്നാൽ അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്നു, എവിടെയാണത് ലേബൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ബയോളജിൻ്റെ കേസിൽ നിങ്ങൾ +2 ബയോടെക്നോളജി ആപ്ലിക്കേഷൻ, അതുപോലെ എന്താണ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചാപ്റ്ററിൽ കുറച്ചുകൂടെ ടഫായിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഈ പ്രോസസ്സുകൾ പഠിച്ചാൽ മാത്രമേ അതിൽ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഓണം എക്സാമിന് വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഞാൻ എന്ത് പഠിക്കാതെ പോയതുകൊണ്ടാണ് എനിക്ക് എക്സാം ഹോളിൽ എഴുതാൻ പറ്റാതെ പോയത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടണിയിലെ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതുപോലെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസ് വരുന്നുണ്ട്. കുറച്ചുകൂടെ സിമ്പിളാണ്, പക്ഷേ എല്ലാ ടേംസുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സുവോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഡിസംബറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ മോളിക്കുലർ ബേസ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ, അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അവിടെയൊക്കെ കുറേ ടേംസുകൾ വരുന്നതാണ്. അപ്പോൾ ഈ ടേംസൊക്കെ പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, വേഗം തന്നെ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അഗ്നി 3.0 ബാച്ച് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻ മോഡ്സൊക്കെ മനസ്സിലാക്കി പ്രീവിയസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അത് കൂടാതെ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസൊക്കെ നോക്കി കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഏതൊക്കെ ലെവലിൽ ചോദ്യങ്ങൾ വന്നാലും എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വേഗം തന്നെ നമ്മുടെ അഗ്നി 3.0 ജോയിൻ ചെയ്യുക. തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഒരൊറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങണം. ഓണപരീക്ഷയ്ക്ക് പഠിച്ച പോലെയല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കുറച്ച് ടാസ്ക് കൂടിയ കാര്യമാണ്. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.